പഴംപൊരിയോ ഇപ്പോഴോ? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞങ്ങളുടെ ഓൾ ടൈം ഫേവറേറ്റ് ടീ ടൈം സ്നാക്കാണ് പഴംപൊരി. മക്കളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ക്വിക്കായിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു തവിയിൽ 3 ടൈംസ് ആണ് മൈദ എടുക്കുന്നത്. എക്സാക്ട് ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല. ആ സെയിം തവിയിൽ ഏതാണ്ട് അത്രയും തന്നെ അരിപ്പൊടിയും എടുക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേർക്കാണോ പഴംപൊരി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് മൈദയും അരിപ്പൊടിയും എടുക്കുക. രണ്ടും ഏതാണ്ട് ഈക്വൽ ആയിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ഓപ്ഷണൽ ആണ്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് മധുരം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ 1 പിഞ്ച് സോൾട്ടും കൂടെ ചേർക്കുവാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചായി ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലൊരു സ്മൂത്ത് ബാറ്റർ ആക്കി എടുക്കാം. ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. പഴം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യാം. ഞാൻ ഒരു പഴം 3 കീറിയെടുക്കാറുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഓരോ പഴംപൊരിയും മുങ്ങിക്കിടക്കാൻ പറ്റുന്ന പോലെ അത്രയും എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോഴായിരിക്കും പഴംപൊരി കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കാം. നമ്മൾ എപ്പോഴും പിള്ളേർക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത്രയും എണ്ണയൊന്നും എടുക്കണ്ട. കണ്ടില്ലേ, പഴംപൊരി നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ടല്ലോ. അതുപോലെ ബാറ്റർ തയ്യാറാക്കിയിട്ട് കുറെ നേരം ഞാൻ വെച്ചിട്ടൊന്നുമില്ല, അപ്പൊ തന്നെ പഴംപൊരി ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈക്വൽ ക്വാണ്ടിറ്റി നമ്മൾ അരിപ്പൊടിയും കൂടെ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്രിസ്പിയും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അതുപോലെ എണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രമേ പഴംപൊരി എണ്ണയിലോട്ട് ഇടാവുള്ളൂ. അപ്പോൾ പഴംപൊരി അധികം എണ്ണ അബ്സോർബ് ചെയ്യത്തില്ല. യൂട്യൂബിൽ ഏറ്റവും കൂടുതലുള്ള ഒരു റെസിപ്പി വീഡിയോ ആണല്ലേ പഴംപൊരിയുടേത്. ബാറ്റർ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഒരുപാടുണ്ടല്ലേ. പക്ഷെ ഇതൊരു ക്വിക്ക് റെസിപ്പിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.